ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുഡിങ് ഉണ്ടാക്കിയല്ലോ, മാംഗോ പുഡിങ് കേട്ടോ. നല്ല 2 പഴുത്ത മാങ്ങ എടുക്കുക. ഇതുപോലെ 2 പഴുത്ത മാങ്ങ എടുക്കുക. എന്നിട്ട് നല്ലോണം തോല് ചെത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കുക. എന്നിട്ടൊരു മിക്സീൻ്റെ ജാർ എടുക്കുക, അതിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്രയും ഒരു കപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനാവശ്യമായ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക. അതുപോലെ തന്നെ എത്ര മധുരമുള്ള മാങ്ങാണോ അതിനനുസരിച്ചുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഒരു കട്ട പോലും ഇല്ലാതെ അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി എടുക്കുക, അതിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. അതിനുശേഷം ഒരു 3 സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് അത് കലക്കാൻ മിക്സ് ചെയ്യാൻ തക്ക വിധമുള്ള പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണും കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചൊടിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ മാങ്ങയുടെ പൾപ്പ് ജ്യൂസ് ഒരു കടായിൽ ഒഴിച്ച് വെച്ചില്ലേ, അത് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി കൈ എടുക്കാതെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതൊരു കുമിള പോലെ ഇതുപോലെ കുമിള ഇങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കലക്കി വെച്ച കോൺഫ്ലവർ ഒന്നുകൂടി മിക്സ് ചെയ്ത്, അതിൻ്റെ അടിയിൽ ഊറിപ്പോയിട്ടുണ്ടോ, ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് മാംഗോ പൾപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ പാനിൽ നിന്നൊന്ന് വിട്ട് വരുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, പാകത്തിനുള്ള കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു പാത്രമോ എടുക്കുക. അതിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എല്ലായിടത്തേക്കും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഈ കുക്കാക്കി വെച്ച മാംഗോ പൾപ്പ് നമുക്കതിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 3 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് വിട്ട് സെറ്റായിട്ടുണ്ട്. ആ ബൗളിൻ്റെ പിക്ചറൊക്കെ അതിന്മേൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് കഴിയും. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമൻ്റ് ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. താങ്ക് യു സോ മച്ച്.